പെരിന്തൽമണ്ണയിൽ UDF-ൽ പൊട്ടിത്തെറി. UDF ഭരിക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ LDF-ലെ അമ്പിളി മനോജ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. ടീം UDF-ലെ പൊട്ടിത്തെറികളുടെ സൂചനയാണ് ഇത് നൽകുന്നത്. LDF പിന്തുണയോടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച UDF-ലെ പച്ചിരി സുബൈർ ടോസിംഗിലൂടെ പരാജയപ്പെട്ടു. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു നേതൃത്വമല്ല. എന്റെ ഭാര്യ 4 തവണയായിട്ട് ഇവിടെ കൗൺസിലറാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് സീനിയറാണ്. അവളെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. അവൾ മത്സരിക്കണില്ല എന്ന് പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞതാണ് അവള് മത്സരിക്കണില്ല എന്ന്. പിന്നെ വെറുതെ നറുക്കെടുപ്പിന് വരുന്ന ആ ഇതിലാണ് അവളെ കൊണ്ടുപോയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് കാലമായിട്ട് പെരിന്തൽമണ്ണയിലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്ന സത്യസന്ധമായിട്ട് ഇത്രയും കുട്ടിക്കാലം മുതൽ ആശയപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. ഞാൻ ഇന്നും പാർട്ടിയിൽ നിന്ന് പുറത്താണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 14ാം വാർഡ് സ്കൂൾ പടി ഞാൻ മത്സരിക്കുമ്പോ CPM-ന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് അവിടെ സ്ഥാനാർത്ഥിനെ നിർബന്ധിച്ച് എനിക്കെതിരെ നിർത്താം. ആ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ആ വാർഡിൽ വന്ന് 14ാം വാർഡിലൊന്ന് പ്രസംഗിക്കാം. എന്നിട്ട് കൈപ്പത്തി അവിടെ 4ാം സ്ഥാനത്തേക്ക് എത്തി. 80 വോട്ടാ കിട്ടിയത്. എനിക്കും 361 വോട്ട്, 61 വോട്ടിലാണ് പോയത്. അപ്പൊ ഇത് ഒരുപാട് കാലമായിട്ട് പാർട്ടിയിൽ ഒരടിമത്തം, പ്രവർത്തിക്കുന്ന ആൾക്കാരില്ലാതെ ആക്കാന്നില്ല ഒരൊറ്റതാണ് കോൺഗ്രസിൽ നടക്കുന്നത്. ഇപ്പൊ 37 വാർഡുണ്ട് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി. കഴിഞ്ഞതിൽ 34ആണ്. ഈ 37 വാർഡിൽ ഒരു വാർഡ് പോലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ്. കിട്ടൂല ഒരിക്കലും. ഒരു 100 വോട്ട് തയ്ച്ചില്ലൊരു വാർഡ് മുനിസിപ്പാലിറ്റി ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ നേതൃത്വം വളരെ മോശമാണ്. അപ്പൊ ഈ നേതൃത്വം മാറിയിട്ടില്ല. ഇതുപോലെ തന്നെയാണ് എല്ലാ ഭാഗത്തും കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇവര് ഗ്രൂപ്പ് കളിച്ച് ഏതെങ്കിലും നേതാക്കൾക്ക് ചെരുപ്പ് തുടച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിൽ സ്ഥാനമുള്ളൂ. പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഇതിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഈ കോൺഗ്രസ് ഇത്രയും എല്ലാ ഭാഗത്തും തകരാൻ കാരണം. അപ്പൊ ഇതിന് ഇനിയെങ്കിലും ഒരു മാറ്റം വരണം എല്ലാ ജനങ്ങൾക്കും ആഗ്രഹമുണ്ട്. ആ ജനങ്ങളെ കൂടെ നമ്മൾ ഇനി അടിയുറച്ച് പ്രവർത്തിക്കും. ഈ CPM-ന്റെ ഉറച്ചൊരു വാർഡിലാണ് സുബൈർ മത്സരിച്ചത്, പിടിച്ചെടുക്കുക ചെയ്തത്. എന്നിട്ടും ഇങ്ങനെ പാർട്ടി ചെയ്തത് ഒരു മോശം തന്നെയാണ്. പാർട്ടി ചെയ്തത് വളരെ മോശമാണ്. ഞാൻ മത്സരിച്ച വാർഡ് ഏതാന്ന് CPM-നോട് ചോദിച്ചാൽ അറിയാം. ഏതാണ് വാർഡ്? കുട്ടിപ്പാടാന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊട്ടാത്ത വാർഡാണ്. അത് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. എന്നും ഞാൻ മത്സരിക്കുന്ന കിട്ടാത്ത വാർഡിലാണ്. എന്നെ നിർത്തലും അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പാർട്ടി പറഞ്ഞാൽ അംഗീകരിക്കും. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇതിൽ സംരക്ഷണവും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അടിയുറച്ച് ഇനിയും പാർട്ടി തന്നെ പ്രവർത്തിക്കും. പാർട്ടിയിൽ നിന്ന് ഞാൻ പുറത്താണ്. എന്റെ ഭാര്യനെയും പുറത്താക്കണവരെ ഞങ്ങൾ പാർട്ടിയിലുണ്ടാവും. അതിനുശേഷം പിന്നെ എന്ത് വേണമെന്ന് ആലോചിക്കും. ഈ ഭാര്യ വോട്ടെടുപ്പിന് വന്നിട്ടില്ല അല്ലെ? ഇല്ല, വന്നിട്ടില്ല. സുഖമല്ല. തെറ്റായ നിലപാടാണ് കോൺഗ്രസിന്റെ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പെരിന്തൽമണ്ണയിലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വാർഡ് കോൺഗ്രസിന് ഒറ്റക്ക് നിന്നാൽ മത്സരിച്ച് കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം മോശമാണ്. എത്ര നേതാക്കളുണ്ട്. സംസ്ഥാന സെക്രട്ടറി വരെ ഉള്ള പാർട്ടി അത് പെരിന്തൽമണ്ണയിലെ. അയാളെ വാർഡിന്റെ അവസ്ഥ എന്താ? 17ാം വാർഡിന്റെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. തൊട്ട വാർഡ് കഴിഞ്ഞൊരു 14ാം വാർഡ് ഞാൻ മത്സരിച്ച വാർഡ് ഞാൻ ജയിച്ചിരുന്നു. അതല്ലാതാക്കിയത് ഇയാൾ തന്നെ. ആ വാർഡ് കിട്ടിയോ? അതും കിട്ടിയില്ല. ഇപ്പോഴും ഞാൻ മത്സരിച്ച 14ാം വാർഡ് CPM തലേ ദിവസം പോലും ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണ മാഷ്, ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ്. തലേ ദിവസം പോലും എന്നോട് പറഞ്ഞത് 300 വോട്ടിൽ ഒരു വോട്ട് ലീഡ് കുറക്കാൻ കഴിയില്ല എന്ന് എന്നോട് വെല്ലുവിളിച്ചതാണ്. ആ വാർഡ് എന്നെ ഇപ്പൊ 7 വോട്ടിനെങ്കിലും ജയിക്കാൻ കഴിയുന്നൊരു വലിയ അഭിമാനം. പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ജയിച്ചത്. ഇത് ജനങ്ങളെ അംഗീകരിച്ച് മുന്നോട്ട് നീങ്ങിയിട്ടില്ലെങ്കിൽ ഈ പാർട്ടി ഒരുപാട് ഇനി പോകോട്ട് കോൺഗ്രസ് ഒരു സംശയമല്ല. ചില കോൺഗ്രസ് നേതാക്കളുടെ കളിയാണത്. അതെ, ഒരു സംശയമല്ല. ഇതെല്ലാവർക്കും അറിയില്ല. പെരിന്തൽമണ്ണയിലെ കോൺഗ്രസ് നേതാക്കൾ വളരെ മോശമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. പ്രവർത്തകർക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ടീം UDF ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ടീം UDF എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു UDF ഇല്ല. ഇവിടെ ഈ ഒരു കോൺഗ്രസ് നേതാവും ലീഗിന്റെ മറ്റൊരു നേതാവും ഈ 2 ആള് പറഞ്ഞതിനപ്പുറം ഇവിടെ ഒരു UDF ഇല്ല. UDF ഉണ്ടെങ്കിൽ നടക്കൂല. UDF എന്ന് പറഞ്ഞാൽ ചർച്ച ഒരു നേതൃത്വമല്ലോ. ആ നേതൃത്വം കൗൺസിലർമാരെ വിളിച്ച് ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ നീക്കേണ്ടത്.
ഈ 21 കൗൺസിലർമാരും ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല. ഇവര് ഒരു പേപ്പറായിട്ട് വരും, ഇതിൽ ഒപ്പിടാൻ പറയും, ഈ പാവപ്പെട്ടവർ അതിൽ ഒപ്പിടും. ഇതല്ലാതോടൊന്നും നടക്കുന്നില്ല. LDF വോട്ട് മുഴുവൻ കിട്ടിയോ ഇപ്പത്തെ ഈ മത്സരത്തിൽ? LDF വോട്ട് കിട്ടുന്നു. ഇനി പ്രതിപക്ഷത്തായിരിക്കോ? അതിനായിട്ടില്ല, അതിന് തീരുമാനമായിട്ടില്ല. ഓക്കെ, പറയാനുള്ളത് ടീം UDF ഒക്കെ പൊളിഞ്ഞു കഴിഞ്ഞു. ഇത് റിഹേഴ്സൽ മാത്രമാണ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും. ബാക്കിയുള്ളത് വൈകാതെ വരാൻ വേണ്ടി പോകുന്നൊരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ടീം UDF എന്ന് പറഞ്ഞാൽ അവർ വലിയ നേതൃത്വം, അവർ വലിയ കുട്ടിയാഘോഷിച്ച് പെരിന്തൽമണ്ണയിൽ നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ അത് ഇവിടെയും. അപ്പോൾ ഇത് വലിയ ആയുസില്ലാത്തൊരു ഭരണസമിതിയാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ നഗരസഭ ഭരിച്ചു. അപ്പോൾ ബാക്കിയൊക്കെ വഴിയിലൂടെ പറയാമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അവരും മത്സരിച്ചു, ഞങ്ങൾ വിജയിക്കാനുണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോടെ കിട്ടിയിട്ടുള്ളത്. പച്ചേരി സുബൈറിന് വോട്ട് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നോ? സുബൈർ വോട്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അതുമായി ബന്ധപ്പെട്ടൊന്നും ഞങ്ങളെ അത് ഞങ്ങളെ കക്ഷി നിലയിൽ അവരുടെ കക്ഷി നിലയിൽ അറിയാലോ. സ്വാഭാവികമായും അതിൽ തന്നെ പ്രശ്നങ്ങളുള്ളത് സൂചിപ്പിച്ചു. 2 സ്ഥാനാർത്ഥികളാണ് അവർ ഇതിൽ നിന്ന് മത്സരിച്ച്. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ആളുകൾ അവർക്ക് വോട്ട് ചെയ്യും. ഇതിപ്പോൾ ഒന്നേ ഉള്ളൂ, നമ്മളെ വൈകാതെ അടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ടീം UDFന്റെ ഒക്കെ കഥ കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളെ കണ്ട് എല്ലാവർക്കും എന്തും പറയാം, പക്ഷെ ടീം UDFന്റെ കഥ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്. എൻ്റെ MLA ഉണ്ടാക്കിയെടുത്ത കുറെ സാധനങ്ങളാണ്. അദ്ദേഹം വരുന്നോട് കൂടി ഇവിടുത്തെ ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് അവർ സ്വയം പറഞ്ഞുണ്ടാക്കിയത്, വേറെ ആരുമല്ല പറഞ്ഞത്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവര് മാധ്യമങ്ങളെ കാണുമ്പോഴും ജനങ്ങളെ കാണുമ്പോഴും അവരാദ്യം തന്നെ പറയുന്നത് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല എന്ന് അവര് പറയാണ്. ഇപ്പൊ എന്താ ഉണ്ടായിരുന്നു? ഇപ്പൊ സ്ഥിതി വേറെയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി 30 വർഷങ്ങൾക്ക് ശേഷം അവർ പിടിച്ചു എന്ന് പറയും. അത് എങ്ങനെയാണ് അവർ പിടിക്കുന്നതൊക്കെ നമുക്ക് വേറെ പരിശോധിക്കണം. എങ്ങനെയാണ് അവർ ജയിക്കുന്നത്, ചില സീറ്റുകളിൽ അവർ എങ്ങനെയാണ് ജയിക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ചാനലിൽ ഓരോ ക്ലിപ്പ് വരണം. പച്ചയായ മതം പറഞ്ഞുകൊണ്ട് നടന്നതിനൊക്കെ തെളിവ് അതൊക്കെ വേറെ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കുറെ സ്ഥലങ്ങളിൽ ജയിച്ചിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പാർട്ടിയാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ഇപ്പോ ഇതൊരു ടെസ്റ്റാണ്, ടെസ്റ്റ് ഡോസ് ആണ് ഞങ്ങൾ തന്നിട്ടുള്ളത്. ബാക്കി വരും നാളുകളിൽ തരുമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്നും പറയണില്ല. പറയാം. 35 വർഷത്തെ സുവർണ പാരമ്പര്യം. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ. ഡിഫറെന്റ് ബൈ ഡിസൈൻസ്, നിങ്ങളെ പോലെ സ്പെഷ്യൽ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. 3 ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ. സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കൂ. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻസ്. സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും.